ഹായ്, ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ എടത്തുരുത്തി ഫൊറോനയിൽ വിൻസെന്റ് പോൾ സംഘത്തിന്റെ 83-ാം വാർഷിക ആഘോഷിക്കുന്നു. അതിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എടത്തുരുത്തി ഫൊറോനയിൽ വിൻസെന്റ് പോൾ സംഘം അവരുടെ 83-ാമത്തെ വാർഷികത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന് ഒരു മൊമെന്റ് തന്ന് ആദരിച്ചു. അതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും നന്ദി. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ അവസരം തന്ന എടത്തുരുത്തി ഫൊറോനയിലെ വികാരിയച്ഛൻ, പള്ളി ട്രസ്റ്റി അംഗങ്ങൾ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, തിരുനാളിൻ്റെ ജനറൽ കൺവീനർ, അങ്ങനെ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷ ഒരിക്കൽ കൂടി നന്ദി. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നമ്മുടെ പ്രിയങ്കരനായ വികാരിയും സംഘടന ഡയറക്ടറുമായ പെരിയറവൽ ഫാദർ ജോർജി പാരിയത്തിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ പറ്റി പറയുമ്പോൾ ഇടവകയുടെ ദൈവിക കാര്യങ്ങളിൽ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വൈദികൻ നമ്മുടെ ഇടയിൽ അടുത്ത കാലത്തും ഉണ്ടായിട്ടുള്ളത് വാസ്തവമാണ്. സംഘത്തിന്റെ നിയുക്ത പ്രസിഡന്റായ സാധ്യമാസത്തെയും സ്നേഹം സ്വാഗതം ആശംസിക്കുന്നു. ചിലയിടത്തൊക്കെ നമ്മുടെ പള്ളി അറിയപ്പെടുന്നത് വിൻസെന്റ് പോൾ പള്ളി എന്നാണ് പല കാര്യങ്ങളും നമ്മൾ കാണുന്നത്. അത്രയും ശക്തമാണ് വിൻസെന്റ് പോളിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് അതിന്റെ ശ്രേഷ്ഠത. 83-ാം വാർഷികം ആചരിക്കുന്ന ഈ വേളയിൽ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനങ്ങളും പിന്തുണയും നൽകുന്ന ഇടവകാംഗങ്ങളെയും സാമ്പത്തിക സഹായം നൽകുന്ന എല്ലാ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. സംഘത്തെ ഇത്രകാലം നയിച്ചു പോന്ന മുൻകാല പ്രവർത്തകരെയും അനുസ്മരിക്കുന്നു. നിയമവിദ്യാർത്ഥിയായിരുന്ന ഫ്രെഡറിക് ഓസാനാമും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടി വിൻസെന്റ് പോൾ ആശയങ്ങൾ ഉൾക്കൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനം നമ്മുടെ ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഇടവക വികാരി അച്ഛൻ്റെ പിന്തുണയും സംഘാംഗങ്ങളുടെ കൂട്ടായ പരിശ്രമങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുടെ സഹായം. സൊസൈറ്റി എന്ന പേരിൽ ആരംഭിച്ച ഈ സംഘടന കഴിഞ്ഞ 81 വർഷമായി ഇടവകയിൽ സുത്യർഹമായി പ്രവർത്തിച്ചു വരുന്നു. സ്ഥിരം നിക്ഷേപം 7,90,000. എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നേരുന്നു. വിൻസെന്റ് പോൾ സംഘത്തിന്റെ വാർഷിക യോഗം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ചാനലിൽ പെരുന്നാളിൻ്റെ ഏകദേശം 14 വീഡിയോസ് വന്നിട്ടുണ്ട്. ലൈവ്, ലോങ് വീഡിയോസ്, ഷോർട്സ് ഒക്കെ ആയിട്ട് 14 ഉണ്ട്. ഞാനതൊരു പ്ലേലിസ്റ്റ് ആക്കി വെക്കും. ആരെങ്കിലും ഈ വീഡിയോസൊക്കെ കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈം കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടോളൂ. അതുപോലെ കാണാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോസ് നമ്മുടെ എടത്തുരുത്തി പള്ളിയിലെ പെരുന്നാളിൻ്റെ വീഡിയോസൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.
2024-25 ടോപ്പ് റേറ്റ് കോമേഴ്സ് ഹയർ സെക്കൻഡറി കേരള സ്റ്റേറ്റ് ഷാമുവൽ റോബി. അടുത്തതായി പുളിക്കൽ തോമസ് മേരി എൻഡോമെന്റ് എടുത്തുരുത്തി ഇടവകയിൽ നിന്ന് 2024-25 SSLC കേരള സ്റ്റേറ്റ് ഫുൾ A+ കിട്ടിയ കുട്ടികൾക്കാണ്. ആദ്യമായി തെരേസ ലാലു, ഏഗ്ന ജോയ്, ജൂലിയോ ജോജോ. നമ്മളിന്ന് ഈ യോഗത്തില് രണ്ടുമൂന്ന് പേരെ ആദരിക്കുന്നുണ്ട്. അതില് ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനൽ വഴി വിശുദ്ധ വിൻസെന്റ് പോളിനെയും എടുത്തിരുത്തിയുമായ വിശുദ്ധനുമായുള്ള ബന്ധത്തെയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും 2025 വിശുദ്ധന്റെ തിരുനാളിന്റെ ആഘോഷങ്ങൾ നവമാധ്യമം വഴി പ്രചരിപ്പിക്കുവാൻ മുൻകൈ എടുത്ത ബ്രദർ ജോമോൻ വിലയിലുണ്ടെന്ന് സെന്റ് മേരീസ് കോൺഫറൻസ് ഓഫ് സെന്റ് വിൻസെന്റ് പോൾ എടുത്തിരുത്തി നൽകുന്ന ആദരം. ദേവാലയ സേവനം എന്നത് ഒരു കർത്തവ്യം മാത്രമല്ല, അതൊരു വിശുദ്ധ ദൗത്യമാണ്. ബ്രദർ ലിജോ ഫ്രാൻസിസ് ഈ ദൗത്യത്തെ ആത്മാർത്ഥതയോടെ വിശ്വാസപൂർവമായ സമർപ്പണത്തോടെ ഇടവകയോടുള്ള സ്നേഹത്തോടും ദൈവത്തോടുള്ള ഭക്തിയോടുകൂടി നിറവേറ്റിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. 2024-25 കാലഘട്ടത്തിൽ പരിശുദ്ധ കർമ്മലമാത ദേവാലയത്തിൽ കൈക്കാരനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ സംഘത്തിന്റെ ഹൃദയപൂർവമായ അഭിനന്ദനങ്ങളും സ്നേഹാദരങ്ങളും. ലയൺസ് ക്ലബ് കണ്ണൂരിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്രദർ സുമൻ ആലപ്പാടിന് സംഘത്തിന്റെ ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങളും സ്നേഹാദരവും. ഈ പുതിയ ചുമതലയിൽ പ്രവേശിക്കുന്ന അദ്ദേഹത്തിന് എല്ലാ ഭക്തരെയും പ്രാർത്ഥനയും ആശംസയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും തുടിപ്പുകളാകണം നാം ഓരോരുത്തരുമെന്ന് വിശുദ്ധൻ പറയുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിലും പാവപ്പെട്ടവരോടും അവഗണിക്കപ്പെട്ടവരോടും ഒറ്റപ്പെട്ടവരോടുമൊക്കെ അനുകമ്പ കാണിക്കുവാനാണ് വിശുദ്ധൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ വിശുദ്ധന്റെ നാമധേയം സ്വീകരിച്ചുകൊണ്ട് ആയിരിക്കുന്ന ഈ അംഗങ്ങളെല്ലാം നമുക്ക് ചുറ്റുമുള്ളവരിലും ദൈവത്തെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായം അർഹിക്കുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് കാരുണ്യത്തിന്റെ വക്താക്കളാകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
എല്ലാവരുടെയും സ്നേഹവും ആദരവിന്റെ ഭാഗമായിട്ട് മക്കൾക്ക് എല്ലാവർക്കും എടുത്തിരുത്തിയും പൂർവാനാവികാരിയുമായ ജോസ് പാലേക്കൻ അച്ഛ. അത്തരമൊരു കാലഘട്ടത്തിൽ ഈ വിൻസെന്റ് പോൾ സംഘത്തിനെ വളർത്തിയെടുക്കാനായിട്ട് നമ്മുടെ പൂർവികർ വഹിച്ച പങ്ക് നമ്മൾ സ്മരിക്കാതെ പോകരുത്. അവരുടെ ഫലമായിട്ടുണ്ടായി കെട്ടിപ്പൊക്കിയ ഈ വിൻസെന്റ് പോൾ സംഘടന ഇന്നും അതിൻ്റെതായ മാറ്റു കുറയാതെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിൽ തിരുത്തി വിൻസെന്റ് പോൾ സംഘത്തിന്റെ പ്രസിഡന്റും അതിന്റെ ഭാരവാഹികളും അതിന്റെ സംഘങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ തോമസ് ഐക്കൻ വൈസ് പ്രസിഡന്റ്, അധ്യക്ഷ പ്രസംഗം നടത്തിയ നമ്മുടെ സംഘം പ്രസിഡന്റ് ജോസ് പോൾ PA, സെക്രട്ടറി ജോബി പോൾ. സംഘം 83 വർഷമായി നമ്മുടെ വിൻസെന്റ് പോൾ സംഘം നമ്മുടെ എടത്തിരുത്തി ദേവാലയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുങ്ങിയ കാലയളവല്ല, അത് വളരെ കാലത്തെ പരിശ്രമമാണ്. അധ്യക്ഷ പ്രസംഗം നടത്തിയ ബ്രദർ ജോസ് പോൾ PA, ആശംസാ പ്രസംഗം നടത്തിയ റവറൻഡ് സിസ്റ്റർ ലിജോ CMC, AC പ്രസിഡന്റ് ബ്രദർ സൈമൺ DD, എടത്തിരുത്തി പള്ളി കൈക്കാരന്മാരെ ചാലിശ്ശേരി അഫ്സൻ വർഗീസ്, ബ്രദർ കുരുകുളങ്ങര മീൻപറമ്പിൽ ഡയർസി ഫിലിപ്പ്, പിതാവിന്റെയും മെത്രാന്മാർ, വൈദികർ, സന്യാസിനിമാർ, ലോകം മുഴുവനിലും പ്രത്യേകിച്ച് ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിലുമുള്ള വിൻസെൻഷ്യൻ കുടുംബാംഗങ്ങൾ എന്നിവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപകാരികളെയും ഞങ്ങൾ സഹായിക്കുന്നവരെയും ഞങ്ങൾ സവിശേഷം ഓർക്കുകയും ചെയ്യുന്നു. നല്ല ഭംഗിയായി തന്നെ വാർഷിക യോഗം അവസാനിച്ചു. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്രയുള്ളൂ. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.